പ്രിയ വിദ്യാർത്ഥികളെ, വെൽക്കം ടു ആൾ. നമ്മുടെ പുതിയൊരു ബോട്ടണി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ കിങ്ഡം മൊണീറയെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മൊണീറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബാക്ടീരിയകളാണ്. അപ്പോൾ ബാക്ടീരിയകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഒരുപാട് ബാക്ടീരിയകൾ ഉപകാരം ചെയ്യുന്നവയും ഉപദ്രവം ചെയ്യുന്നവയും. നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഉണ്ട്, നമുക്ക് ഒരുപാട് മറ്റ് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളുണ്ട്. അപ്പോൾ കിങ്ഡം മൊണീറയിലെ ഓരോ ബാക്ടീരിയക്കും ഓരോ വ്യത്യസ്തമായ റോളുകളുണ്ട്. അപ്പോൾ കിങ്ഡം മൊണീറയെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതാണ്ട് ചില ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് കിങ്ഡം മൊണീറയുടെ ക്ലാസിഫിക്കേഷനാണ്. വ്യത്യസ്ത ഗ്രൂപ്പുകളെ കുറിച്ചുള്ള പഠനമാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ കിങ്ഡം മൊണീറയുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓരോ ക്ലാസ്സും അതിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ പ്രത്യേകതകൾ തുടങ്ങിയ നമുക്ക് വിശദമായി ഈ ക്ലാസ്സിൽ പരിശോധിക്കാം. അപ്പോൾ കിങ്ഡം മൊണീറയുടെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കിങ്ഡം മൊണീറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ക്ലാസിഫിക്കേഷൻ വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്. അതല്ലാതെ മറ്റു പലതരത്തിലും കിങ്ഡം മൊണീറയിലെ ബാക്ടീരിയകളെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്, തരംതിരിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തരംതിരിവ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ബാക്ടീരിയ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട 4 ഷേപ്പുകൾ പഠിച്ചു. കോക്കസ്, അതുപോലെ ബാസില്ലസ്, വിബ്രിയോ, സ്പൈറിലം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 4 ബാക്ടീരിയൽ ഷേപ്പാണത്. അപ്പോൾ ബാക്ടീരിയയുടെ അവരുടെ സെല്ലിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് പ്രധാനമായും 4ആയി തരംതിരിക്കാം, അല്ലെങ്കിൽ 4 ഗ്രൂപ്പായി തിരിക്കാം. ഏതൊക്കെയാണ് 4 ഗ്രൂപ്പുകൾ? കോക്കസ് ബാക്ടീരിയകൾ, ബാസില്ലസ് ബാക്ടീരിയകൾ, അതുപോലെ വിബ്രിയോ ബാക്ടീരിയകൾ, സ്പൈറിലം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതും അതിൻ്റെ മറ്റ് ടൈപ്പുകളൊക്കെ. അപ്പോൾ അതൊരു തരം ക്ലാസിഫിക്കേഷനാണ്. ഇതല്ലാതെ മറ്റൊരു പ്രധാന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാക്ടീരിയ അതിൻ്റെ റെസ്പിറേഷൻ എങ്ങനെ നടത്തുന്നു അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ റെസ്പിറേഷൻ ഉദ്ദേശിച്ച് സെല്ലുലാർ റെസ്പിറേഷൻ എന്നാണ്. ബാക്ടീരിയൽ സെല്ലിൽ സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ കോശ ശ്വസനം നടക്കുന്നുണ്ട്. കോശത്തിനുള്ളിൽ ശ്വസനം നടക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയാം. അപ്പോൾ ആ സെല്ലുലാർ റെസ്പിറേഷൻ എങ്ങനെ നടക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്ടീരിയകളെ പ്രധാനമായും 2 ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ശ്വസനം അല്ലെങ്കിൽ റെസ്പിറേഷൻ നടക്കണമെങ്കിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ റെസ്പിറേഷൻ നടക്കുന്ന ബാക്ടീരിയകളുണ്ട്, ഓക്സിജൻ്റെ അസാന്നിധ്യത്തിൽ റെസ്പിറേഷൻ നടക്കുന്ന ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ റെസ്പിറേഷൻ നടക്കുന്ന ബാക്ടീരിയകളെ എയറോബിക് ബാക്ടീരിയകൾ എന്ന് പറയും. അതുപോലെ ഓക്സിജൻ്റെ അസാന്നിധ്യത്തിൽ റെസ്പിറേഷൻ നടത്തുന്ന ബാക്ടീരിയകളെ എനിറോബിക് ബാക്ടീരിയകൾ എന്ന് പറയും. അപ്പോൾ ബേസ്ഡ് ഓൺ ദി cellular respiration, the bacteria can be broadly classified into 2 major groups: aerobic bacteria and anaerobic bacteria. ബാക്ടീരിയൽ സെല്ലിൻ്റെ സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ കോശശ്വസനം നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്ടീരിയകളെ 2 ഗ്രൂപ്പാക്കി തിരിച്ചതാണ്. ഒന്ന് എയറോബിക് ബാക്ടീരിയകളെന്നും എനറോബിക് ബാക്ടീരിയകളെന്നും. എയറോബിക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ്റെ പ്രസൻസിൽ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്ന ബാക്ടീരിയകളെ എയറോബിക് എന്ന് പറയുന്നു. അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ്റെ അസാന്നിധ്യത്തിൽ റെസ്പിറേഷൻ നടത്തുന്ന ബാക്ടീരിയകളെ എനിറോബിക് ബാക്ടീരിയകൾ എന്ന് പറയുന്നു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനാണ്. ഇതൊരു ക്ലാസിഫിക്കേഷനായിട്ട് നമുക്ക് പഠിക്കാനല്ല, പക്ഷേ എയറോബിക് എന്താണ്, എനിറോബിക് എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു തരം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം ബാക്ടീരിയ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ബാക്ടീരിയയെ കാണണമെങ്കിൽ നമ്മൾ ബാക്ടീരിയക്ക് കളർ കൊടുക്കണം. മൈക്രോസ്കോപ്പിലൂടെ ബാക്ടീരിയയെ കാണണമെങ്കിൽ ബാക്ടീരിയക്ക് ആദ്യം നമ്മൾ കളർ കൊടുക്കണം. ബാക്ടീരിയൽ സെല്ലിന് കളർ കൊടുത്തെങ്കിൽ മാത്രമേ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് ബാക്ടീരിയയെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബാക്ടീരിയൽ സെല്ലിന് കളർ കൊടുക്കുന്ന മെത്തേഡാണ് നമ്മൾ സ്റ്റെയിനിങ് എന്ന് പറയാം. ബാക്ടീരിയൽ സെല്ലിന് കാണാൻ വേണ്ടി മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ബാക്ടീരിയൽ സെല്ലിനെ കാണാൻ വേണ്ടി ബാക്ടീരിയൽ സെല്ലിന് കളർ കൊടുക്കുന്നതിന് പറയുന്നതാണ് സ്റ്റെയിനിങ്, ബാക്ടീരിയൽ സ്റ്റെയിനിങ്. പലതരത്തിലുള്ള സ്റ്റെയിനിങ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെയിനിങ് ആണ് ഗ്രാം സ്റ്റെയിനിങ്. ഈ ഗ്രാം സ്റ്റെയിനിങ്ങിനോട് ബാക്ടീരിയ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗ്രാം സ്റ്റെയിനിങ്ങിനോട് ബാക്ടീരിയ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്ടീരിയയെ പ്രധാനമായും 2 കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, മറ്റൊന്ന് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. അത് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനല്ല, പക്ഷേ മറ്റൊരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്, ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും. അപ്പോൾ എന്താണ് ഗ്രാം പോസിറ്റീവ്? ബാക്ടീരിയ സ്റ്റെയിൻ ചെയ്തതിനു ശേഷം വാഷ് ചെയ്യുമ്പോൾ
ഈ സ്റ്റെയിൻ ബാക്ടീരിയൽ സെല്ലിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകളെന്നാണ്. ഇനി ബാക്ടീരിയ സ്റ്റെയിൻ ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുമ്പോൾ ഈ കളറ് പോവുകയാണെങ്കിൽ, നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെ ഗ്രാം നെഗറ്റീവ് എന്നും പറയുന്നു. അപ്പോൾ ബേസ്ഡ് ഓൺ ദി നാച്ചർ ഓഫ് സ്റ്റെയിനിങ് the bacteria can be broadly classified into two, gram positive bacteria and gram negative bacteria. അപ്പോൾ അതിൻ്റെ സെൽ വാളിലുള്ള പ്രത്യേകതയാണ് ഈ ഗ്രാം പോസിറ്റീവ് ആവാനും ഗ്രാം നെഗറ്റീവ് ആവാനും കാരണം. അപ്പോൾ നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ വേണമെങ്കിൽ ബേസ്ഡ് ഓൺ ദി നാച്ചർ ഓഫ് സ്റ്റെയിനിങ് എന്നോ അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദി നാച്ചർ ഓഫ് സെൽ വാൾ എന്നോ വേണമെങ്കിൽ പറയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്ടീരിയയെ രണ്ട് കാറ്റഗറി ആയിട്ടുണ്ട്, ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ ഇല്ലെങ്കിലും മറ്റൊരു ചാപ്റ്ററിലുണ്ട്, അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കുക, എന്താണ് ഗ്രാം പോസിറ്റീവ്, എന്താണ് ഗ്രാം നെഗറ്റീവ്. അപ്പോൾ അത് മൂന്നാമതൊരു തരം ക്ലാസിഫിക്കേഷനാണ്. ഇനി മറ്റൊന്ന് നമുക്കറിയാം, ബാക്ടീരിയൽ സെല്ലിൽ ഫ്ലജല്ലയുണ്ട്. ഈ ഫ്ലജല്ലയുടെ ടൈപ്പ് അല്ലെങ്കിൽ ഫ്ലജല്ലിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ നോക്കിയിട്ട് ബാക്ടീരിയൽ സെല്ലിനെ നമുക്ക് പലതായി തിരിക്കാം. ഇപ്പോൾ ചില ബാക്ടീരിയക്ക് ഫ്ലജല്ല ഉണ്ട്, ചില ബാക്ടീരിയക്ക് ഫ്ലജല്ല ഇല്ല. അപ്പോൾ തന്നെ ഒരു ക്ലാസിഫിക്കേഷനായി ഫ്ലജല്ല ഉള്ളതും ഫ്ലജല്ല ഇല്ലാത്തതും. ഫ്ലജല്ല ഇല്ലാത്തതിനെ എട്രൈക്കസ് ബാക്ടീരിയകൾ എന്നാണ് പറയാം. ഫ്ലജല്ല ആബ്സെൻ്റ് ആയ ബാക്ടീരിയകളെ എട്രൈക്കസ് ബാക്ടീരിയ എന്ന് പറയും. ഫ്ലജല്ല ഉള്ളതിനെ 4 കാറ്റഗറി ആയി തിരിച്ചിട്ടുണ്ട്, പ്രധാനപ്പെട്ട 4 കാറ്റഗറി. ഒന്ന്, ബാക്ടീരിയൽ സെല്ലിൻ്റെ ഒരറ്റത്ത് ഒരു എൻഡിൽ മാത്രം ഒരു ഫ്ലജല്ല ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് മോണോട്രൈക്കസ് ബാക്ടീരിയകൾ. ബാക്ടീരിയൽ സെല്ലിൻ്റെ ഒരു എൻഡിൽ ഒരു ഫ്ലജല്ല മാത്രം ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് മോണോട്രൈക്കസ്. നമുക്കറിയാം മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ, ഒന്ന്. അപ്പോൾ മോണോട്രൈക്കസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലജല്ല മാത്രമുള്ള ബാക്ടീരിയകൾ. അപ്പോൾ ഒരു എൻഡിൽ ഒരു ഫ്ലജല്ല മാത്രമുള്ള ബാക്ടീരിയകളെ മോണോട്രൈക്കസ് എന്ന് പറയും. ഇനി ഒരു എൻഡിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഫ്ലജല്ലകൾ ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ലോഫോട്രൈക്കസ് ബാക്ടീരിയ. ഒരു എൻഡിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഫ്ലജല്ലകൾ ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ലോഫോട്രൈക്കസ് ബാക്ടീരിയ. അപ്പോൾ അത് മറ്റൊരു ടൈപ്പാണ്. ഇനി ബാക്ടീരിയൻ്റെ 2 എൻഡിലും ഫ്ലജല്ല ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ആംഫിട്രൈക്കസ് ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയയുടെ 2 എൻഡിലും ഫ്ലജല്ല ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ആംഫിട്രൈക്കസ് ബാക്ടീരിയ. ഇനി ബാക്ടീരിയയുടെ ബോഡി മുഴുവൻ കവർ ചെയ്തുകൊണ്ട് ഫ്ലജല്ലകൾ ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് പെരിട്രൈക്കസ് ബാക്ടീരിയ. അപ്പോൾ ബേസ്ഡ് ഓൺ ദി നാച്ചർ ഓഫ് ഫ്ലജല്ലേഷൻ അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദി ഫ്ലജല്ലേഷൻ ദ ബാക്ടീരിയ മേ ബി 5 ടൈപ്സ്. ഏതൊക്കെയാണ്? ഒന്ന്, എട്രൈക്കസ്, രണ്ടാമത്തത് മോണോട്രൈക്കസ്, അതായത് എ സിംഗിൾ ഫ്ലജല്ല അറ്റ് 1 end. അടുത്തത് ലോഫോട്രൈക്കസ്, മോർ ദാൻ 1 ഫ്ലജല്ല അറ്റ് 1 end, അതാണ് ലോഫോട്രൈക്കസ്. അടുത്ത് ആംഫിട്രൈക്കസ്. ആംഫിട്രൈക്കസ് എന്നാൽ 2 എൻഡിലും ഫ്ലജല്ലകൾ ഉണ്ടെങ്കിൽ അതിന് ആംഫിട്രൈക്കസ്. അടുത്തത് പെരിട്രൈക്കസ്. എന്താണ് പെരിട്രൈക്കസ്? ബാക്ടീരിയൽ സെല്ലിൽ മൊത്തത്തിൽ എല്ലാ ഭാഗത്തും ഫ്ലജല്ലകൾ ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് പെരിട്രൈക്കസ്. ഇതൊക്കെ ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷനാണ്, പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ അതിൽ ഷേപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, ഷേപ്പ് ബേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എയറോബിക്കും ഇനറോബിക്കും നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കണം. ക്ലാസിഫിക്കേഷൻ ആയിട്ടില്ലെങ്കിലും എയറോബിക് എന്താണ്, ഇനറോബിക് എന്താണ് നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ ഗ്രാം സ്റ്റെയിനിങ് നമുക്ക് മറ്റൊരു ചാപ്റ്ററിൽ വരുന്നുണ്ട്, അപ്പോൾ അതവിടെ പഠിച്ചിരിക്കണം. അപ്പോൾ ഏതായാലും ഇത്ര കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ട്, പക്ഷേ ക്ലാസിഫിക്കേഷനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? വിറ്റാക്കറിൻ്റെ സിസ്റ്റം പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ. സോ അക്കോർഡിംഗ് ടു ദ വിറ്റാക്കർ 5 kingdom classification system, the kingdom Monera can be classified into 2 sub-kingdoms. വിറ്റാക്കർ സിസ്റ്റം പ്രകാരം അല്ലെങ്കിൽ 5 kingdom സിസ്റ്റം പ്രകാരം കിങ്ഡം മൊണീറയെ 2 സബ് കിങ്ഡംസ് ആക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 2 സബ് കിങ്ഡംസ്? ഒന്ന്, സബ് കിങ്ഡം ആർക്കി ബാക്ടീരിയ ആൻഡ് സബ് കിങ്ഡം യു ബാക്ടീരിയ. അപ്പോൾ ഈ സബ് കിങ്ഡംസ്, ഈ കിങ്ഡം മൊണീറയെ 2 സബ് കിങ്ഡങ്ങളാക്കിയിട്ടുണ്ട്, ആർക്കി ബാക്ടീരിയ എന്നും യു ബാക്ടീരിയ എന്നും. അപ്പോൾ ഇതാണ് വിറ്റാക്കർ സിസ്റ്റം പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി ആർക്കി ബാക്ടീരിയ based on the living condition അല്ലെങ്കിൽ based on the living nature or their habitats, the archaebacteria can be 3 types. അപ്പോൾ ആർക്കിബാക്ടീരിയ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് മെത്തനോജൻസ്, 2 ഹാലോഫൈൽസ്, 3 തെർമോ അസിഡോഫൈൽസ്.
അപ്പോൾ ഒന്നുകൂടി ഓർക്കുക, കിങ്ഡം മോണിറയെ 2 സബ് കിങ്ഡംസ് ആക്കിയിട്ടുണ്ട്, ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയയിൽ 3 ടൈപ്പുകളുണ്ട്, മെത്തനോജൻസ്, ഹാലോഫൈൽസ് ആൻഡ് തെർമോ അസിഡോഫൈൽസ്. ഇനി യു ബാക്ടീരിയയിൽ അതിൻ്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ അടിസ്ഥാനമാക്കി പ്രധാനപ്പെട്ട 2 ക്ലാസ് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ 2 ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മൾ പഠിച്ചത് തന്നെയാണ്, ഒന്ന് ഓട്ടോട്രോഫിക്കും മറ്റൊന്ന് ഹെട്രോട്രോഫിക്കും. അപ്പോൾ യു ബാക്ടീരിയ പ്രധാനപ്പെട്ട 2 ടൈപ്പ് ആക്കിയിട്ടുണ്ട്, ഓട്ടോട്രോഫിക് ആൻഡ് ഹെട്രോട്രോഫിക്. നമുക്കറിയാവുന്നതാണ് ഓട്ടോട്രോഫിക്കും ഹെട്രോട്രോഫിക്കും. സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്നതിന് ഓട്ടോട്രോഫിക് എന്നും സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാത്തതിന് ഹെട്രോട്രോഫിക് എന്നും പറയുന്നു. ഇനി ഓട്ടോട്രോഫിക്കിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ബേസ്ഡ് ഓൺ ദ എനർജി സോഴ്സ്. എവിടെ നിന്നാണ് ഈ ഫുഡ് ഉണ്ടാക്കാനുള്ള എനർജി കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓട്ടോട്രോഫിക്കിൽ 2 തരമുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഫോട്ടോസിന്തറ്റിക് ആൻഡ് കീമോസിന്തറ്റിക്. ഫോട്ടോസിന്തറ്റിക് അല്ലെങ്കിൽ ഓട്ടോട്രോഫിക് എന്ന് പറയും, കീമോസിന്തറ്റിക് അല്ലെങ്കിൽ കീമോ ഓട്ടോട്രോഫിക് എന്ന് പറയും. അപ്പോൾ ഓട്ടോട്രോഫിക്കിൽ ബേസ്ഡ് ഓൺ ദി സോഴ്സ് ഓഫ് എനർജി ദർ ആർ 2 ടൈപ്സ്, ഫോട്ടോസിന്തറ്റിക് അല്ലെങ്കിൽ ഓട്ടോട്രോഫിക് എന്ന് പറയും. രണ്ടാമത് കീമോസിന്തറ്റിക് അല്ലെങ്കിൽ കീമോ ഓട്ടോട്രോഫിക് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ സോഴ്സ് ഓഫ് എനർജി അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇനി ഹെട്രോട്രോഫിക്കിൽ 3 ടൈപ്പ് ഉണ്ട്. അതെവിടെയാണ്, എങ്ങനെയാണ് അതിൻ്റെ ഫുഡ് എടുക്കുന്നത്? ഹെട്രോട്രോഫിക് സ്വന്തമായി ഫുഡ് എടുക്കാത്തതാണ്, മറ്റുള്ളവരൊന്നും ഫുഡ് അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഫുഡ് എടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹെട്രോട്രോഫിക്കിനെ 3 ഗ്രൂപ്പാക്കിയിട്ടുണ്ട്. ഒന്ന് സാപ്രോഫൈറ്റിക് അല്ലെങ്കിൽ സാപ്രോട്രോഫിക് എന്ന് പറയും, രണ്ടാമത് പാരസൈറ്റിക്, മൂന്നാമത് സിംബയോട്ടിക്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഫോട്ടോസിന്തറ്റിക് എന്താണ്, കീമോസിന്തറ്റിക് എന്താണ്, അതുപോലെ സാപ്രോഫൈറ്റിക്, പാരസൈറ്റിക്, സിംബയോട്ടിക്, ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിന്ന് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുള്ളത് ഈ ഓരോ ഗ്രൂപ്പിനെ കുറിച്ചുമാണ്. ഈ 5 കിങ്ഡം സിസ്റ്റം പ്രകാരമുള്ള ക്ലാസിഫിക്കേഷനിലെ ഈ ഓരോ ഗ്രൂപ്പിനെ കുറിച്ചും ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് സബ് കിങ്ഡം ആർക്കി ബാക്ടീരിയ. എന്താണ് ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ? ദേ ആർ ദ മോസ്റ്റ് ഏൻഷ്യൻ്റ് ആൻഡ് പ്രിമിറ്റീവ് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ. ഏറ്റവും പുരാതനമായ, ഏറ്റവും പഴയ, ഏറ്റവും സിമ്പിളായിട്ടുള്ള ബാക്ടീരിയകളാണ് ആർക്കി ബാക്ടീരിയ. ഏറ്റവും സിമ്പിൾ സ്ട്രക്ചർ ഉള്ളതും ഏറ്റവും ആദ്യം ഉണ്ടായതും, ഏറ്റവും പ്രിമിറ്റീവ്, ഏറ്റവും ആദ്യം ഉണ്ടായത്, അതുപോലെ ഏറ്റവും പുരാതനമത്, മോസ്റ്റ് ഏൻഷ്യൻ്റ് ആൻഡ് പ്രിമിറ്റീവ് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ. ഈ ഭൂമിയിലെ ജീവൻ ഉണ്ടായ ആ കാലഘട്ടത്തിലെ ഏറ്റവും ആദ്യം ഉണ്ടായ ജീവികളാണ് ആർക്കി ബാക്ടീരിയ എന്ന ഗ്രൂപ്പിൽ അറിയപ്പെടുന്നത്. നമുക്കറിയാം ഈ ബാക്ടീരിയ ഭൂമിയിൽ ആദ്യം ഉണ്ടായതാണ്. അപ്പോൾ ആ ഭൂമിയിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത്രയും ജീവിക്കാൻ പറ്റിയൊരു കണ്ടീഷൻ ആയിരുന്നില്ല. നല്ല ഉയർന്ന ടെമ്പറേച്ചറും അതുപോലെ ഉയർന്ന സാലിനിറ്റിയൊക്കെ ഉള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആർക്കി ബാക്ടീരിയ മെയിൻലി ഫൗണ്ട് ഇൻ ദി എക്സ്ട്രീം ഹാബിറ്റാറ്റ്സ്. അപ്പോൾ ഇതുപോലുള്ള കഠിനമായ ആവാസ വ്യവസ്ഥകളിൽ അല്ലെങ്കിൽ മറ്റ് ജീവികൾക്കൊന്നും ജീവിക്കാൻ കഴിയാത്ത പരിസ്ഥിതിയിൽ, ആവാസ വ്യവസ്ഥയിൽ കാണുന്ന ബാക്ടീരിയകളാണ് ആർക്കി ബാക്ടീരിയ. സോ ആർക്കി ബാക്ടീരിയ ഫൗണ്ട് ഇൻ ദി മോസ്റ്റ് എക്സ്ട്രീം ഹാബിറ്റാറ്റ്സ്. ഏതാണ് ഈ മോസ്റ്റ് എക്സ്ട്രീം ഹാബിറ്റാറ്റ്സ്? സച്ച് ആസ് സാൾട്ടി ഏരിയ, ഉപ്പിൻ്റെ അളവ് അല്ലെങ്കിൽ ലവണ സാന്ദ്രത കൂടുതലുള്ള വെള്ളത്തിൽ മറ്റ് ജീവികൾക്ക് അധികം നിലനിൽക്കാൻ സാധിക്കാത്തൊരു പ്രദേശമാണ് ഈ സാൾട്ടി ഏരിയ. അതുപോലെ ഹോട്ട് സ്പ്രിങ്സ്, നീരുറവകൾ 80 ഡിഗ്രി അല്ലെങ്കിൽ 100 ഡിഗ്രിക്ക് മുകളിൽ നീരുറവകളിൽ ഈ ബാക്ടീരിയകളെ കാണാം. അതുപോലെ മാർഷി ഏരിയാസ്, ചതുപ്പ് നിലങ്ങൾ, ഓക്സിജൻ്റെ കണ്ടൻ്റൊക്കെ വളരെ കുറവുള്ള ചതുപ്പ് നിലങ്ങളിലൊക്കെ ഈ ബാക്ടീരിയകളെ കാണാം. അപ്പോൾ ദി ആർക്കി ബാക്ടീരിയ ഫൗണ്ട് ഇൻ മോസ്റ്റ് എക്സ്ട്രീം ഹാബിറ്റാറ്റ്സ് ലൈക്ക് സോൾട്ടി ഏരിയ, ഹോട്ട് സ്പ്രിങ്സ് ആൻഡ് മാർഷി ഏരിയാസ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കുന്ന ബാക്ടീരിയകളാണ് ആർക്കി ബാക്ടീരിയ. They are able to survive these extreme habitats because they can survive high temperature, high salt concentration and acidic pH. അപ്പോൾ ഉയർന്ന താപനിലയും ഉയർന്ന സാൾട്ടിൻ്റെ കോൺസെൻട്രേഷനും ലവണ സാന്ദ്രതയും അതുപോലെ അസിഡിക് pH എല്ലാം ഓവർകം ചെയ്യാൻ, അതിനൊക്കെ സർവൈവ് ചെയ്യാൻ കഴിവുള്ള ബാക്ടീരിയകളാണ് ആർക്കി ബാക്ടീരിയ. സോ ആർക്കി ബാക്ടീരിയ ആർ ഏബിൾ ടു സർവൈവ് ഹൈ ടെമ്പറേച്ചർ, ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻ ആൻഡ് അസിഡിക് pH. ഇനി എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനത്തെ എക്സ്ട്രീം കണ്ടീഷനിൽ നിലനിൽക്കുന്നത്? അപ്പം അതിന് കാരണം അവരുടെ സെൽ വാളിൻ്റെ പ്രത്യേകതയാണ്.
അപ്പോൾ നമുക്കറിയാം, നമ്മൾ കിങ്ഡം മോണിയറ പഠിച്ചപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് കിങ്ഡം മോണിയറ ദ സെൽ വാൾ ഈസ് മേഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കാൻ. പക്ഷേ ആർക്കി ബാക്ടീരിയയുടെ സെൽ വാൾ പെപ്റ്റിഡോഗ്ലൈക്കാൻ കൊണ്ടല്ല. ദ സ്ട്രക്ചർ ഓഫ് സെൽ വാൾ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ ബാക്ടീരിയ. അപ്പോൾ ആർക്കി ബാക്ടീരിയയുടെ സെൽ വാൾ സ്ട്രക്ചർ ഡിഫറൻ്റ് ആണ്. മറ്റ് ബാക്ടീരിയ, അതായത് യു ബാക്ടീരിയയിൽ നിന്നും ഡിഫറൻ്റ് ആയ ഒരു സെൽ വാൾ സ്ട്രക്ചറാണ് ഈ ആർക്കി ബാക്ടീരിയ ഉള്ളത്. ഈ സെൽ വാൾ സ്ട്രക്ചറുള്ള ഡിഫറൻസ് കാരണമാണ് ഇത്തരം എക്സ്ട്രീം കണ്ടീഷനിൽ ഈ ബാക്ടീരിയകൾക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുന്നു. സോ ദ സ്ട്രക്ചർ ഓഫ് സെൽ വാൾ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി അതർ ബാക്ടീരിയ ദാറ്റ് ഹെൽപ്പ് this archaebacteria to survive the extreme conditions. So the structure of cell wall is different from that of the other bacteria which helps them to survive in extreme condition. ഈ എക്സ്ട്രീം കണ്ടീഷനിൽ ഈ ബാക്ടീരിയകളെ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ സെൽ വാളുള്ള സ്ട്രക്ചറുടെ ഡിഫറൻസ് കാരണമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പെപ്റ്റിഡോഗ്ലൈക്കാൻ കൊണ്ടല്ല ഇതിൻ്റെ സെൽ വാൾ. അപ്പോൾ പിന്നെ എന്താ ഉള്ളത്? സോ ഇൻസ്റ്റെഡ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കാൻ their cell wall is made up of glycoproteins and non-cellulosic polysaccharide. അപ്പോൾ ഗ്ലൈക്കോപ്രോട്ടീനും അതുപോലെ നോൺ സെല്ലുലോസിക് പോളിസാക്കറൈഡും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആർക്കി ബാക്ടീരിയയുടെ സെൽ വാള് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടുള്ള ആ ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ ബാക്ടീരിയക്ക്, ഈ ആർക്കി ബാക്ടീരിയക്ക് ഇതുപോലുള്ള എക്സ്ട്രീം കണ്ടീഷനൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്നു. ഇനി ഇവർ പ്രൊകാരിയോട്ട് ആയതുകൊണ്ട് തന്നെ ദേ ഡു നോട്ട് കണ്ടെയ്ൻ ഇനി മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ് ഓർ ന്യൂക്ലിയസ്. ഇപ്പോൾ മെംബ്രെയിൻ ബോണ്ട് ന്യൂക്ലിയസ് അതുപോലെ മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ് ഒക്കെ ആബ്സെൻ്റ് ആണ് ആർക്കി ബാക്ടീരിയയിൽ. അപ്പോൾ ഇവർ പ്രൊകാരിയോട്ടാണ്. അതുകൊണ്ട് ഈ മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ്, മെംബ്രെയിൻ ബോണ്ട് ന്യൂക്ലിയസ് ഒന്നും ഉണ്ടാവില്ല. പകരം എന്താ ഉണ്ടാവുക? ദേ ഹാവ് എ സെൽ വാൾ, സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, അതുപോലെ സൈറ്റോപ്ലാസത്തിലൊരു ന്യൂക്ലിയോയിഡ് അഥവാ ക്രോമസോമൽ DNA എന്നറിയപ്പെടുന്ന ന്യൂക്ലിയോയിഡ്, അതുപോലെ റൈബോസോംസ്, ഫ്ലാജെല്ല, ഇത്തരം പ്രോകാരിയോട്ടിക് സ്ട്രക്ചറാണ് ഈ ആർക്കി ബാക്ടീരിയക്കുള്ളത്. മെംബ്രെയിൻ ബോണ്ട് ന്യൂക്ലിയസ്, മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ് ഒക്കെ ആബ്സെൻ്റ് ആണ്. ആൻഡ് ദേ ആർ ഓട്ടോട്രോഫിക് ബാക്ടീരിയ ഓർ ഓട്ടോട്രോഫിക് പ്രോകാരിയോട്സ്. സോ ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ഓട്ടോട്രോഫിക്. സോ ആർക്കി ബാക്ടീരിയ ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ഓട്ടോട്രോഫിക്. സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയകളാണ് ആർക്കി ബാക്ടീരിയ. അപ്പോൾ ഇത്രയാണ് ആർക്കി ബാക്ടീരിയയുടെ ക്യാരക്ടേഴ്സ്. എന്തൊക്കെയാണ് ആർക്കി ബാക്ടീരിയയുടെ ക്യാരക്ടേഴ്സ്? ദേ ആർ ദി മോസ്റ്റ് ഏൻഷ്യൻറ്റ് ഗ്രൂപ്പ് ഓഫ് bacteria, most ancient and primitive group of bacteria, and they archaebacteria live in or they are found in most extreme habitats like salty area or hot springs and marshy areas, and they are able to survive high temperature, high salt concentration and acidic pH etc. And the structure of cell wall is different from that of other bacteria which helps them to survive extreme conditions. And a cell wall, instead of peptidoglycan, their cell wall contain glycoproteins and non-cellulosic polysaccharides, and do not contain membrane bound organelles, and the mode of nutrition is autotrophic. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ആർക്കി ബാക്ടീരിയയുടെ പ്രധാനപ്പെട്ട ടൈപ്സ് ഏതൊക്കെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആർക്കി ബാക്ടീരിയയിൽ പ്രധാനപ്പെട്ട 3 ടൈപ്സുകളുണ്ട്, അല്ലെങ്കിൽ 3 ഗ്രൂപ്പുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് മെത്തനോജൻസ്, അതുപോലെ ഹാലോഫൈൽസ് ആൻഡ് തെർമോ ആസിഡോഫൈൽസ്. അപ്പോൾ ഈ ആർക്കി ബാക്ടീരിയയിൽ പ്രധാനപ്പെട്ട 3 ടൈപ്പാണുള്ളത്, അല്ലെങ്കിൽ 3 ഗ്രൂപ്പാണുള്ളത്. ഒന്ന് മെത്തനോജൻസ്, രണ്ടാമത്തത് ഹാലോഫൈൽസ്, മൂന്നാമത്തത് തെർമോ ആസിഡോഫൈൽസ്. ബേസ്ഡ് ഓൺ ദി ലിവിങ് കണ്ടീഷനാണ് ഈ ബാക്ടീരിയ ഇങ്ങനെ 3 ഗ്രൂപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തത് മെത്തനോജൻസ്. എന്താണ് മെത്തനോജൻസ് എന്ന് നോക്കാം. മെത്തനോജൻസ് ആർ ദ ബാക്ടീരിയ വിച്ച് ആർ ഫൗണ്ട് ഇൻ മഡി ഏരിയാസ് ആൻഡ് ഇൻ ദ സ്റ്റൊമക്ക് ഓഫ് റൂമിനൻറ്റ് ആനിമൽസ്. ഇപ്പോൾ ചെളി നിറഞ്ഞ പ്രദേശത്തും അതുപോലെ റൂമിനൻ്റ് ആനിമൽസ് ലൈക്ക് കൗ, ബഫലോ, അപ്പോൾ ഇങ്ങനെ അയവിറക്കുന്ന മൃഗങ്ങൾ, അതാണ് റൂമിനൻ്റ് ആനിമൽസ്. റൂമിനൻ്റ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ അയവിറക്കുന്ന മൃഗങ്ങളുടെ സ്റ്റൊമക്കിലും അതുപോലെ ചെളി നിറഞ്ഞ പ്രദേശത്തും മാർഷി ഏരിയയിലൊക്കെ കാണുന്ന ബാക്ടീരിയകളാണ് മെത്തനോജൻസ്. സോ ദ മെത്തനോജൻസ് മെയിൻലി occur in muddy areas and also in the stomach of ruminant animals. മഡി ഏരിയയിലും
റൂമിനൻ്റ് ആനിമൽസിൻ്റെ സ്റ്റൊമക്കിലും കാണുന്ന ബാക്ടീരിയകളാണ് മെത്തനോജൻസ്. ദേ ആർ എനറോബിക് ബാക്ടീരിയ. അതാണ് എനറോബിക്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഓക്സിജൻ ഇല്ലാതെ ശ്വസിക്കാൻ പറ്റുന്ന ജീവികളാണ് എനറോബിക് ബാക്ടീരിയ. സോ ദി മെത്തനോജൻസ് ആർ എനറോബിക് ബാക്ടീരിയ. അപ്പോൾ മെത്തനോജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ മെയിൻലി ഓക്കർ ഇൻ ദി മഡി ഏരിയാസ്, ചളി നിറഞ്ഞ ചതുപ്പ് പ്രദേശങ്ങളിൽ, അതുപോലെ ഇൻ ദി സ്റ്റൊമക്ക് ഓഫ് റൂമിനൻ്റ് ആനിമൽസ്. റൂമിനൻ്റ് ആനിമൽസിൻ്റെയും സ്റ്റൊമക്കിലും ചെളി നിറഞ്ഞ ചതുപ്പ് പ്രദേശങ്ങളിലൊക്കെ കാണുന്ന ബാക്ടീരിയകളാണ് മെത്തനോജൻസ്. ദേ ആർ എനിറോബിക് ബാക്ടീരിയ, അതായത് ഓക്സിജൻ ഇല്ലാതെയും ജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയകളാണ് എനിറോബിക് ബാക്ടീരിയ. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ഒരു റോൾ എന്ന് പറയുന്നത്, ദേ ഹെൽപ്പ് ഇൻ ദി ഡൈജഷൻ ഓഫ് സെല്ലുലോസ് ഇൻ അലിമെൻ്ററി കനാൽ. നമുക്കറിയാം അലിമെൻ്ററി കനാൽ എന്ന് പറഞ്ഞാൽ ദഹന വ്യവസ്ഥ. അപ്പോൾ ഈ അയവിറക്കുന്ന മൃഗങ്ങൾ പുല്ലാണ് തിന്നുന്നത്. പുല്ലെന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ സെൽവാൾ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസ് കൊണ്ടാണ്. ഈ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയകളാണ്. ഈ അയവിറക്കുന്ന മൃഗങ്ങൾ, കന്നുകാലികൾ പുല്ല് തിന്നുമ്പോൾ ആ പുല്ലെന്ന് പറയുന്ന പ്ലാന്റിൻ്റെ സെൽവാൾ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസ് കൊണ്ടാണ്. ഈ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ, ഈ അവരുടെ സ്റ്റമക്കിൽ വെച്ച് സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് മെത്തനോജൻസ് എന്ന് പറയുന്ന ഈ ആർക്കി ബാക്ടീരിയകളാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട റോളാണ്. മറ്റൊന്ന്, ദേ പ്രൊഡ്യൂസ് മീഥേൻ ഗ്യാസ്. നമുക്കറിയാം ബയോഗ്യാസ് പ്ലാന്റിൽ നമ്മൾ മീഥേൻ ഗ്യാസ് ഉണ്ടാകും. ബയോഗ്യാസ് പ്ലാന്റൊന്നും ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കണ്ടൻ്റാണ് മീഥെയിൻ, CH4 എന്ന് പറയുന്ന മീഥെയിൻ ഗ്യാസ്. സോ ആ മീഥെയിൻ ഉണ്ടാക്കുന്നത് ആരാണ്? ഈ മെത്തനോജൻസ് എന്നാണ്. മെത്തനോജൻസ് എന്ന് പറഞ്ഞാൽ മീഥെയിൻ ജനറേറ്റിംഗ് എന്നാണ് മീഥെയിൻ ജനറേറ്റിംഗ്. അപ്പോൾ ഈ ബയോഗ്യാസ് പ്ലാന്റിൽ കാർബൺ ഡൈ ഓക്സൈഡിനെയും ഫോമിക് ആസിഡിനെയും ഒക്കെ മീഥെയിൻ ഗ്യാസാക്കി കൺവേർട്ട് ചെയ്യുന്നത് ഈ മെത്തനോജൻസ് ആണ്. സോ ദി മെത്തനോജൻസ് പ്രൊഡ്യൂസ് മീഥെയിൻ ഗ്യാസ് ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഫോമിക് ആസിഡ് ഇൻ ബയോഗ്യാസ് പ്ലാന്റ്. ബയോഗ്യാസ് പ്ലാന്റിൽ ഫോമിക് ആസിഡിനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും മീഥെയിൻ ഗ്യാസാക്കി കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ബാക്ടീരിയകളാണ്. അപ്പോൾ മീഥെയിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെത്തനോജൻസിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട റോള്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മെത്തനോജൻസ് എന്ന് പറഞ്ഞാൽ ദേ മെയിൻലി ഓക്കർ ഇൻ മഡി ഏരിയാസ് ആൻഡ് ഓൾസോ ഇൻ ദ സ്റ്റൊമക്ക് ഓഫ് റൂമിനൻ്റ് ആനിമൽസ് ലൈക്ക് കൗസ് ആൻഡ് ബഫലോ. മഡി ഏരിയ, ചെളി പ്രദേശങ്ങളിലും റൂമിനൻ്റ് ആനിമൽസിൻ്റെ സ്റ്റൊമക്കിലും കാണുന്നു. ദീസ് ആർ എനറോബിക് ബാക്ടീരിയ. അവർ എനറോബിക് ആണ്, ഓക്സിജൻ ഇല്ലാതെ ജീവിക്കുന്നവരാണ്. ആൻഡ് ദേ ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ഓഫ് സെല്ലുലോസ് ഇൻ അലിമെൻ്ററി കനാൽ. ഈ മൃഗങ്ങളുടെ അലിമെൻ്ററി കനാലിൽ സെല്ലുലോസ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ദേ പ്രൊഡ്യൂസ് മീഥെയിൻ ഗ്യാസ് ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഫോമിക് ആസിഡ്. കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും ഫോമിക് ആസിഡിൽ നിന്നും മീഥെയിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി മെത്തനോജൻസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 എക്സാമ്പിൾ, മെത്തനോ ബാക്ടീരിയം ആൻഡ് മെത്തനോ കോക്കസ്. അപ്പോൾ ഈ മെത്തനോജൻസിന് 2 എക്സാമ്പിളാണ് മെത്തനോ ബാക്ടീരിയം ആൻഡ് മെത്തനോ കോക്കസ്. ഇത്രയാണ് മെത്തനോജൻസ്. ഇനി ആർക്കിബാക്ടീരിയയിലെ രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഹാലോഫൈൽസ്. എന്താണ് ഹാലോഫൈൽസ്? ദേ മെയിൻലി ഒക്കർ ഇൻ സലൈൻ ഓർ സാൾട്ടി കണ്ടീഷൻസ്. ഉപ്പിൻ്റെ അളവ് കൂടുതലുള്ള അല്ലെങ്കിൽ ലവണ സാന്ദ്രത കൂടുതലുള്ള വെള്ളത്തിലാണ് ഈ ബാക്ടീരിയകളെ കാണുന്നത്. അതാണ് ഹാലോഫൈൽസ്. അപ്പോൾ ഉപ്പിൻ്റെ സാന്ദ്രത അല്ലെങ്കിൽ സോൾട്ട് കണ്ടീഷനിൽ ജീവിക്കുന്ന ബാക്ടീരിയകളാണ്, ആർക്കി ബാക്ടീരിയകളാണ് ഹാലോഫൈൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദീസ് ആർ ആൾസോ എനറോബിക് ബാക്ടീരിയ. ഇവരും എന്താണ്? എനറോബിക് ബാക്ടീരിയകളാണ്, ഓക്സിജൻ ഇല്ലാതെ ശ്വസിക്കുന്ന ജീവികളാണ്. സോ ഹാലോഫൈൽസ് മെയിൻലി occur in the salty area or saline area. സാൾട്ടി ഓർ സലൈൻ കണ്ടീഷനിൽ ജീവിക്കുന്ന ബാക്ടീരിയകളാണ് ഹാലോഫൈൽസ്. ഹാലോഫൈൽസ് എന്ന പേരിൻ്റെ അർത്ഥം സോൾട്ട് ലവിങ് എന്നാണ്. സോൾട്ട് ലവിങ് ബാക്ടീരിയകളാണ്. അപ്പോൾ ഇവരും എന്താണ്? എനറോബിക് ബാക്ടീരിയകളാണ്, ഓക്സിജൻ ഇല്ലാതെ ശ്വസിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ഇവരെ ഇത്രയും ഹൈ സോൾട്ട് കോൺസെൻട്രേഷനിൽ ജീവിക്കാൻ സാധിക്കുന്നത്? ദി ഹാലോഫൈൽസ് ആർ ഏബിൾ ടു സർവൈവ് this high salt concentration because their intracellular salt concentration is also high. എന്തുകൊണ്ടാണ് ഈ ഹാലോഫൈൽസിന് ഇത്രയും ഉയർന്ന സോൾട്ട് ഉള്ള വെള്ളത്തിൽ ജീവിക്കാൻ സാധിക്കുന്നത്? ആ ബാക്ടീരിയയുടെ അല്ലെങ്കിൽ ഹാലോഫൈൽസിൻ്റെ സെല്ലിനകത്തുള്ള സോൾട്ടിൻ്റെ കോൺസെൻട്രേഷനും ഹൈ ആണ്. അപ്പോൾ ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻ ഉള്ള സെല്ല്
ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻ ഉള്ള വെള്ളത്തിലാണ് ജീവിക്കുന്നത്. സോ ദി ഹാലോപൈൽസ് ആർ ഏബിൾ ടു ലിവ് കംഫർട്ടബിളി ഇൻ ദിസ് ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻ ബിക്കോസ് their intracellular salt concentration is also equally high. അവരുടെ സെല്ലിലുള്ള സോൾട്ടിൻ്റെ കോൺസെൻട്രേഷനും ഉയർന്നതായതുകൊണ്ടാണ് ഈ ബാക്ടീരിയകൾക്ക് ഉയർന്ന സോൾട്ട് കോൺസെൻട്രേഷനിൽ ജീവിക്കാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത, their enzyme functions only at high salt concentration. ഉയർന്ന സാൾട്ട് കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബാക്ടീരിയൽ സെല്ലിലുള്ള എൻസൈംസ് കൃത്യമായി വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതും ഒരു കാരണമാണ്. അപ്പോൾ ഹൈ സോൾട്ട് കോൺസെൻട്രേഷനിൽ മാത്രം വർക്ക് ചെയ്യുന്ന എൻസൈം ഉണ്ട്. അതുപോലെ ഈ സെല്ലിനകത്തും ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻ ഉണ്ടായതുകൊണ്ട് ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ഹാലോപൈൽസ് ഉയർന്ന സോൾട്ട് കോൺസെൻട്രേഷൻ ഉള്ള വെള്ളത്തിലാണ് കൂടുതലായും ജീവിക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് ഹാലോപൈൽസ്? ദേ മെയിൻലി occur in extreme saline or salty conditions and they are anaerobic bacteria and the halophiles are able to live comfortably in this high salt concentration because their intracellular salt concentration is high. മറ്റൊന്ന്, their enzymes are also function efficiently only at high salt concentration. ഇനി ഹാലോപൈൽസിന് രണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്ന് ഹാലോ ബാക്ടീരിയം, മറ്റൊന്ന് ഹാലോ കോക്കസ്. ഹാലോ ബാക്ടീരിയം അതുപോലെ ഹാലോ കോക്കസ് ഒക്കെയാണ് ഈ ഹാലോപൈൽസിന് എക്സാമ്പിൾസ്. ഇനി ഈ ആർക്കി ബാക്ടീരിയയിലെ മൂന്നാമത്തെ ഗ്രൂപ്പാണ് തെർമോ അസിഡോഫൈൽസ്. എന്താണ് തെർമോ അസിഡോഫൈൽസ്? ദേ ആർ ദ ബാക്ടീരിയ ദേ ആർ ഫൗണ്ട് ഇൻ ഹോട്ട് സൾഫർ സ്പ്രിങ്സ്. ചൂടുള്ള സൾഫർ നീരുറവകളിൽ താമസിക്കുന്ന ബാക്ടീരിയകളാണ് തെർമോ അസിഡോഫൈൽസ്. ചൂടുള്ള സൾഫർ നീരുറവകളിൽ കാണുന്ന ബാക്ടീരിയകളാണ് തെർമോ അസിഡോഫൈൽസ്. ദേ ആർ എയറോബിക് ബാക്ടീരിയ. ഇതാണ് എയറോബിക്, ഓക്സിജൻ്റെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് ശ്വസിക്കുന്ന ജീവികൾ. സോ ദി തെർമോ അസിഡോഫൈൽസ് ആർ എയറോബിക് ബാക്ടീരിയ. അവർ ചൂടുള്ള സൾഫർ നീരുറവകളിലാണ് ജീവിക്കുന്നത്. They have the capacity to oxidize the sulfur to sulfuric acid at high temperature and high acidity. ഉയർന്ന അസിഡിറ്റിയിലും ഉയർന്ന താപനിലയിലും ഈ സൾഫറിനെ സൾഫ്യൂരിക് ആസിഡാക്കി മാറ്റാൻ കപ്പാസിറ്റി ഉണ്ട് ഈ തെർമോ ആസിഡോഫൈൽസിന്. ഹൈ ആസിഡ് ടെമ്പറേച്ചറും ഹൈ അസിഡിറ്റിയും. ഇപ്പോൾ തെർമോ ആസിഡോഫൈൽസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആൻഡ് ആസിഡ് ലവിങ് എന്നാണ് അർത്ഥം. അതിൻ്റെ പേര് അങ്ങനെയാണ്. അപ്പോൾ ഉയർന്ന ടെമ്പറേച്ചറിലും ഉയർന്ന അസിഡിറ്റിയിലും ഈ സൾഫറിനെ സൾഫ്യൂരിക് ആസിഡാക്കി ഓക്സിഡൈസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ് തെർമോ ആസിഡോഫൈൽസ്. ഇനി മറ്റൊരു പ്രത്യേകത, അണ്ടർ എനറോബിക് കണ്ടീഷൻ, അതായത് ഓക്സിജൻ ഇല്ലാത്തൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ദേ റെഡ്യൂസ് ദി സൾഫർ ടു ഹൈഡ്രജൻ സൾഫൈഡ്. ഓക്സിജൻ ഇല്ലാത്തൊരു കണ്ടീഷനിലാണെങ്കിൽ സൾഫറിനെ ഹൈഡ്രജൻ സൾഫൈഡാക്കി മാറ്റുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. ഇനി ഓക്സിജൻ ഉള്ളൊരു കണ്ടീഷനിലാണെങ്കിൽ അണ്ടർ എയറോബിക് കണ്ടീഷൻസ് ദേ ഓക്സിഡൈസ് ദ സൾഫർ ടു സൾഫർ ഡയോക്സൈഡ്. ഈ സൾഫറിനെ സൾഫർ ഡയോക്സൈഡ് ആക്കി മാറ്റുന്നു. അപ്പോൾ സൾഫർ അല്ലെങ്കിൽ ഈ ഹോട്ട് സൾഫർ സ്പ്രിങ്ങിൽ കാണുന്ന ഈ തെർമോ അസിഡോഫൈൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന്, ദേ ഓക്സിഡൈസ് ദി സൾഫർ ടു സൾഫ്യൂരിക് ആസിഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ അസിഡിറ്റി. മറ്റൊന്ന്, എയറോബിക് കണ്ടീഷനിലാണെങ്കിൽ ഈ സൾഫറിനെ സൾഫർ ഡയോക്സൈഡാക്കി ഓക്സിഡൈസ് ചെയ്യുന്നു. എനറോബിക് കണ്ടീഷനിലാണെങ്കിൽ ഈ സൾഫറിനെ ഹൈഡ്രജൻ സൾഫൈഡാക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ തെർമോ അസിഡോഫൈൽസ്. ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തെർമോ പ്ലാസ്മ ആൻഡ് തെർമോ പ്രോട്ടിയസ്. ഇപ്പോൾ എക്സാമ്പിൾ പഠിക്കണം നിർബന്ധമൊന്നുമില്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്. തെർമോ പ്ലാസ്മ ആൻഡ് തെർമോ പ്രോട്ടിയസ്. അപ്പോൾ ഇത്രയാണ് ആർക്കി ബാക്ടീരിയകളെ 3 ഗ്രൂപ്പ്: മെത്തനോജൻസ്, ഹാലോഫൈൽസ്, തെർമോ അസിഡോഫൈൽസ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ രണ്ടാമത്തെ സബ് കിങ്ഡമായ യു ബാക്ടീരിയ ആണ്. എന്താണ് യു ബാക്ടീരിയ? യു ബാക്ടീരിയ എന്ന് നമുക്കറിയാം, ദേ ആർ ദ ട്രൂ ബാക്ടീരിയ. ട്രൂ ബാക്ടീരിയ എന്നറിയപ്പെടുന്നതാണ് യു ബാക്ടീരിയ. സോ യു ബാക്ടീരിയ ആർ ഓൾസോ നോൺ ആസ് ട്രൂ ബാക്ടീരിയ. നമ്മൾ ഇന്ന് പറയുന്നത് ശരിക്കും ബാക്ടീരിയ എന്ന് പറയുന്നത് യു ബാക്ടീരിയ ആണ്. ഈ യു ബാക്ടീരിയ എല്ലായിടത്തും കാണുന്നു. എല്ലായിടത്തും കാണുന്ന എല്ലാ കണ്ടീഷനിലും സർവൈവ് ചെയ്യാൻ സാധിക്കുന്ന ജീവികളാണ് യു ബാക്ടീരിയ.
സോ ദേ ആർ കോസ്മോപൊളിറ്റൻ. എയറിലും വാട്ടറിലും സോയിലും അതുപോലെ ഫ്രഷ് വാട്ടർ, മറൈൻ വാട്ടർ, ഇനി അങ്ങനെയുള്ള എക്സ്ട്രീം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ എക്സ്ട്രീം കോൾഡിൽ ഇങ്ങനെയുള്ള പല കണ്ടീഷനിലും ജീവിക്കാൻ സാധിക്കുന്ന ജീവികളാണ് ബാക്ടീരിയ. ഈവൻ ഇൻസൈഡ് അതർ ആനിമൽസ്, മറ്റ് ജീവികളുടെ നമ്മുടെ ശരീരത്തിനുള്ളിൽ വരെ ജീവിക്കുന്നുണ്ട് ബാക്ടീരിയകൾ. അപ്പോൾ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾസോ നോൺ ആസ് ട്രൂ ബാക്ടീരിയ ആൻഡ് ദേ ആർ കോസ്മോപൊളിറ്റൻ. എല്ലായിടത്തും കാണുന്നുണ്ട്, എയറിലും വാട്ടറിലും സോയിലും. അതുപോലെ ഇൻസൈഡ് അതർ ആനിമൽസിൽ ഫ്രഷ് വാട്ടർ, മറൈൻ വാട്ടർ ഇങ്ങനെയുള്ള എല്ലാ വെള്ളത്തിലും കാണുന്നുണ്ട് ബാക്ടീരിയ. ആൻഡ് ദേ ആർ യൂണിസെല്ലുലാർ. പറയും നമുക്കറിയാം ബാക്ടീരിയ കിങ്ഡം മോണിയറയാണ്, യൂണിസെല്ലുലാറാണ്. ബട്ട് ദേ മേ ബി ഇൻ ദ ഫോം ഓഫ് കോളോണിയൽ ഓർ ഫിലമെൻ്റസ് ഫോം. അപ്പോൾ യൂണിസെല്ലുലാർ ആണെങ്കിലും ചിലപ്പോൾ കോളനി ആയിട്ടോ അല്ലെങ്കിൽ ഫിലമെൻ്റ് ആയിട്ടോ കാണാം. കോളനി ആണെങ്കിലും ഫിലമെൻ്റ് ആണെങ്കിലും ദേ ആർ ഇൻഡിപെൻഡൻറ്റ് സെൽസ്. അതുകൊണ്ടാണ് യൂണിസെല്ലുലാർ. സോ ദി ബാക്ടീരിയ ആർ യൂണിസെല്ലുലാർ ബട്ട് മേ ബി ഇൻ ദ ഫോം ഓഫ് കോളനീസ് ഓർ ഫിലമെൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ് സെൽ. കോളനി ആയിട്ട് കാണാം അല്ലെങ്കിൽ ഫിലമെൻ്റസ് ഫോമിൽ കാണാം, നീണ്ട ഫിലമെൻ്റ് ആയിട്ട് കാണാം. രണ്ടാണെങ്കിലും അത് ഇൻഡിപെൻഡൻറ്റ് സെൽസ് ആയിട്ട് തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. സോ ദേ ആർ യൂണിസെല്ലുലാർ ബട്ട് മേ ബി ഇൻ ദ ഫോം ഓഫ് കോളനീസ് ഓർ ഫിലമെൻറ്റ്സ്. ഒരു പ്രോകാരിയോട്ടാണ്, നമ്മൾ കിങ്ഡം മോണിയറയാണ്, പ്രോകാരിയോട്ടാണ്. സോ ദേ ലാക്ക് ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ്. ന്യൂക്ലിയസ് അതുപോലെ മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ് ഒക്കെ ആബ്സെൻ്റ് ആണ്, പ്രോകാരിയോട്ടാണ്. അതുകൊണ്ട് അതൊന്നും ആബ്സെൻ്റ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ദെയർ സെൽ വാൾ ഈസ് റിജിഡ് ആൻഡ് ഈസ് മേഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കാൻ. ഇപ്പോൾ ബാക്ടീരിയയുടെ സെൽ വാൾ എന്ന് പറയുന്നത് പെപ്റ്റിഡോഗ്ലൈക്കാൻ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു റിജിഡ് സെൽ വാളാണ്. നേരത്തെ നമ്മൾ ആർക്കി ബാക്ടീരിയ പറഞ്ഞു, ആർക്കി ബാക്ടീരിയയിൽ പെപ്റ്റിഡോഗ്ലൈക്കാൻ ആബ്സെൻ്റ് ആണ്. പക്ഷേ ബാക്ടീരിയയിൽ പെപ്റ്റിഡോഗ്ലൈക്കാൻ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു റിജിഡ് സെൽ വാളാണ് ഉള്ളത്. ഇനി ബാക്ടീരിയയിലെ ചില ബാക്ടീരിയക്ക് ഫ്ലജല്ല ഉണ്ടാവാം. ഫ്ലജല്ല ഉണ്ടെങ്കിൽ അത് മൂവ്മെൻറ്റിനാണ് യൂസ് ചെയ്യുന്നത്. സോ സം ബാക്ടീരിയ മേ ഹാവ് ഫ്ലജല്ല വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദി മൂവ്മെൻറ്റ് ഓഫ് ബാക്ടീരിയൽ സെൽ. ആൻഡ് സം അതർ ബാക്ടീരിയ മേ ഹാവ് പില്ലൈ. പില്ലൈ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഹെയർ ലൈക്ക് സ്ട്രക്ചർ കാണാം ചില ബാക്ടീരിയയിൽ. ദേ ആർ യൂസ്ഡ് ഫോർ സ്റ്റിക്കിംഗ് ടു ദ സർഫസസ്. ഏതെങ്കിലും സർഫസിൽ പറ്റിപ്പിടിച്ച് നിൽക്കാൻ സഹായിക്കുന്ന സ്ട്രക്ചറാണ് പില്ലൈ അല്ലെങ്കിൽ പിലി എന്ന് പറയുന്ന സ്ട്രക്ചർ. അപ്പോൾ ചില ബാക്ടീരിയക്ക് ഫ്ലജല്ലയുണ്ട്, ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ മൂവ്മെൻറ്റ്. ചില ബാക്ടീരിയയിൽ പില്ലൈ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാവും, ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ അറ്റാച്ച്മെൻറ്റ് ഓർ സ്റ്റിക്കിംഗ് ടു ദ സർഫസസ്. അപ്പോൾ എന്തൊക്കെയാണ് ബാക്ടീരിയ? ദേ ആർ ഓൾസോ നോൺ ആസ് ബാക്ടീരിയ ഓർ ട്രൂ ബാക്ടീരിയ. They are cosmopolitan. They can survive almost everywhere like soil, air, water, fresh water, marine water, etc. inside other animals, etc. And they are the most unicellular but maybe in the form of colonies or filaments of independent cells. And they lack a nucleus and membrane bound organelles. And they have a rigid cell wall made up of peptidoglycan. And some bacteria may have flagella used for movement, and some other bacteria may have villi used for attachment or sticking to the surface. ഇനി ബാക്ടീരിയ രണ്ട് പ്രധാനപ്പെട്ട ടൈപ്പുകൾ ഏതൊക്കെയാണ്? So based on the mode of nutrition, the bacteria are classified into two groups. ഒന്ന് ഓട്ടോട്രോഫിക്, മറ്റൊന്ന് ഹെട്രോട്രോഫിക്. എന്താണ് ഓട്ടോട്രോഫിക്? These are the bacteria, they are able to synthesize their own food from inorganic substances. ഇനോർഗാനിക് സബ്സ്റ്റൻസിൽ നിന്നും സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ബാക്ടീരിയയാണ് ഓട്ടോട്രോഫിക്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഹെട്രോട്രോഫിക്. എന്താണ്? ദീസ് ബാക്ടീരിയ കനോട്ട് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്ത ബാക്ടീരിയകളാണ് ഹെട്രോട്രോഫിക്. ദേ ഡിപ്പെൻഡൻ്റ് ഓൺ എക്സ്റ്റേണൽ മീഡിയം ഓർ എക്സ്റ്റേണൽ ഓർഗാനിക് മെറ്റീരിയൽസ്. പുറത്തുനിന്ന് കിട്ടുന്ന ഓർഗാനിക് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ ദി മോഡ് ഓഫ് ന്യൂട്രീഷൻ ദ ബാക്ടീരിയ ക്യാൻ ബി ടു ടൈപ്സ്, ഓട്ടോട്രോഫിക് ആൻഡ് ഹെട്രോട്രോഫിക്. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ ദേ ആർ മേഡ് അപ്പ്, ദേ ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് ഫ്രം ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. ഹെട്രോട്രോഫിക് എന്ന് പറഞ്ഞാൽ ദേ കനോട്ട് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് ഫ്രം ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. ഇനി ഓട്ടോട്രോഫിക്കിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ബേസ്ഡ് ഓൺ ദി സോഴ്സ് ഓഫ് എനർജി. ഒന്ന്
ഫോട്ടോ ഓട്ടോട്രോഫിക് എന്ന് പറയും, രണ്ടാമത് കീമോ ഓട്ടോട്രോഫിക് എന്ന് പറയും. എന്താണ് ഫോട്ടോ ഓട്ടോട്രോഫിക് അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക്? ഫോട്ടോസിന്തറ്റിക് എന്ന് നമുക്കറിയാം, ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ജീവികൾ, അതായത് സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ അല്ലെങ്കിൽ ഫോട്ടോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. സോ എന്താണ് ഫോട്ടോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ? ദേ യൂസ് സൺലൈറ്റ് ആസ് എ സോഴ്സ് ഓഫ് എനർജി ടു സിന്തസൈസ് ഫുഡ്. ഫുഡ് ഉണ്ടാക്കാൻ സൺലൈറ്റിൻ്റെ എനർജി അല്ലെങ്കിൽ സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ അതാണ് ഫോട്ടോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. അപ്പോൾ നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ക്ലോറോഫിൽ വേണം. ഈ സോളാർ എനർജി അബ്സോർബ് ചെയ്യുന്നത് ക്ലോറോഫിലാണ്. അപ്പോൾ ഈ ബാക്ടീരിയയിൽ, ഈ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയിൽ ക്ലോറോഫിൽ ഉണ്ട്. സോ ദേ പൊസസ് എ പിഗ്മെൻറ്റ് കോൾഡ് ബാക്ടീരിയോ ക്ലോറോഫിൽ. അപ്പോൾ ഈ ബാക്ടീരിയൽ സെല്ലിൽ കാണുന്ന ക്ലോറോഫിലിനെ ബാക്ടീരിയോ ക്ലോറോഫിൽ എന്നാണ് പറയാം, വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി പ്ലാന്റ് ക്ലോറോഫിൽ. അപ്പോൾ പ്ലാന്റിൽ കാണുന്ന ക്ലോറോഫിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്ലോറോഫിലിന് ഈ ബാക്ടീരിയോ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് ഈ ബാക്ടീരിയൽ സെല്ലിൽ കാണും. മറ്റൊരു ഡിഫറെൻ്റ് എന്ന് പറയുന്നത്, സാധാരണ പ്ലാന്റിൽ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഓക്സിജൻ റിലീസ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ ബാക്ടീരിയയിൽ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഓക്സിജൻ റിലീസ് ചെയ്യുന്നില്ല. സോ നോ ഓക്സിജൻ ഈസ് ഇവോൾവ്ഡ് ഇൻ ബാക്ടീരിയൽ ഫോട്ടോസിന്തസിസ്. അപ്പോൾ പ്ലാന്റിൽ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഓക്സിജൻ റിലീസ് ചെയ്യാറുണ്ട്, എന്നാൽ ബാക്ടീരിയൽ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഓക്സിജൻ റിലീസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ഓക്സിജൻ റിലീസ് ചെയ്യാത്ത ഫോട്ടോസിന്തസിസിനെ പറയുന്നതാണ് അനോക്സിജനിക് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഓക്സിജൻ ഇവോൾവ് ചെയ്യാത്ത ഫോട്ടോസിന്തസിസിനെ പറയുന്ന പേരാണ് അനോക്സിജനിക് ഫോട്ടോസിന്തസിസ്. ഇപ്പോൾ ബാക്ടീരിയയിൽ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നില്ല, പ്ലാന്റിൽ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നുണ്ട്. അതിന് ഓക്സിജനിക് എന്നും ഇവിടെ അനോക്സിജനിക് എന്നും പറയും. അപ്പോൾ അതാണ് ഫോട്ടോ ഓട്ടോട്രോഫിക് ബാക്ടീരിയയുടെ പ്രത്യേകത അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. ദേ യൂസ് സൺലൈറ്റ് ആസ് എ സോഴ്സ് ഓഫ് energy and they have a pigment called bacteria chlorophyll, which is different from plant chlorophyll, and no oxygen is evolved during the bacterial photosynthesis. അതിനെ പറയുന്നതാണ് അനോക്സിജനിക് ഫോട്ടോസിന്തസിസ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കീമോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ അല്ലെങ്കിൽ കീമോസിന്തറ്റിക് ബാക്ടീരിയ. എന്താണ് കീമോസിന്തറ്റിക് ബാക്ടീരിയ? അവർ സോളാർ എനർജി അല്ല യൂസ് ചെയ്യുന്നത്, കെമിക്കൽ എനർജിയാണ്. അതായത് ദീസ് ബാക്ടീരിയ യൂട്ടിലൈസ് ദ എനർജി ലിബറേറ്റഡ് ബൈ ദ ഓക്സിഡേഷൻ ഓഫ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ലൈക്ക് അമോണിയ, ഫെറസ് അയോൺസ്, നൈട്രൈറ്റ്സ്, നൈട്രേറ്റ്സ്, മോളിക്കുലാർ ഹൈഡ്രജൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസ് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ അവിടെ നിന്നും റിലീസ് ചെയ്യുന്ന എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് കീമോസിന്തറ്റിക് ബാക്ടീരിയ അല്ലെങ്കിൽ കീമോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് സൺലൈറ്റ് വേണ്ട, സോളാർ എനർജി വേണ്ട, പകരം കെമിക്കൽ എനർജി, അതാണ് കീമോസിന്തറ്റിക്. കെമിക്കൽ എനർജി ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കീമോ ഓട്ടോട്രോഫിക്. So these bacteria utilize the energy liberated by the oxidation of inorganic substances like ammonia, ferrous ions, nitrites, nitrates, molecular hydrogen, etc. to synthesize organic food. അപ്പോൾ ഇങ്ങനെ ലിബറേറ്റ് ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന എനർജി ദേ ആർ ട്രാപ്ഡ് ഇൻ ദ ATP മോളിക്യൂൾസ്. ഇപ്പോൾ ബാക്ടീരിയൽ സെല്ലിൽ ഉള്ള ഒരു മോളിക്യൂളാണ് ATP മോളിക്യൂൾ. നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. ATP അല്ലെങ്കിൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് നമ്മുടെയൊക്കെ ശരീരത്തിൽ കാണുന്ന ഒരു മോളിക്യൂളാണ്. എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ എനർജി കറൻസി എന്നറിയപ്പെടുന്ന ATP മോളിക്യൂൾ. അപ്പോൾ ഇങ്ങനെ ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി ഈ ബാക്ടീരിയൽ സെല്ലിൽ ATPയിൽ ട്രാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ATPയിൽ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് അവർ ഫുഡ് ഉണ്ടാക്കുന്നു. അപ്പോൾ അതാണ് കീമോ സിന്തറ്റിക് അല്ലെങ്കിൽ കീമോ ഓട്ടോട്രോഫിക്. And they have a great role in the nutrient recycling. ഈ ഇനോർഗാനിക് ന്യൂട്രിയൻസിൻ്റെ റീസൈക്ലിങ്ങിന് എന്താണ് പ്രകൃതിയിലേക്ക് തിരിച്ചെത്തിക്കുന്നതിന് ഈ കീമോസിന്തറ്റിക് ബാക്ടീരിയകൾ പ്രധാന ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഫോസ്ഫേറ്റ്, അതുപോലെ നൈട്രജൻ, നൈട്രേറ്റ് തുടങ്ങിയ ഇനോർഗാനിക് മോളിക്യൂൾസിൻ്റെ റീസൈക്ലിങ്ങിന് ഈ കീമോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നു. സോ
അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹെട്രോട്രോഫിക് ബാക്ടീരിയ. എന്താണ് ഹെട്രോട്രോഫിക് ബാക്ടീരിയ? നമുക്കറിയാം ഹെട്രോട്രോഫ് എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഹെട്രോട്രോഫിക്കിൽ 3 ടൈപ്പ് ഉണ്ട്: പാരസൈറ്റിക്, സാപ്രോഫൈറ്റിക് ആൻഡ് സിംബയോട്ടിക്. എന്താണ് പാരസൈറ്റിക് അല്ലെങ്കിൽ പാരസൈറ്റ്സ് ഓർ പാരസൈറ്റിക്? ദേ ഒബ്റ്റെയിൻ ഓർഗാനിക് ഫുഡ് ഫ്രം ദ ലിവിങ് സെൽസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ് സെൽ അല്ലെങ്കിൽ ആനിമൽസ്, ലിവിങ് പ്ലാന്റ് സെല്ല്, ലിവിങ് ആനിമൽസിൽ നിന്നെല്ലാം ഡയറക്റ്റായിട്ട് ഫുഡ് അബ്സോർബ് ചെയ്യുന്ന ബാക്ടീരിയകളാണ് പാരസൈറ്റിക് ബാക്ടീരിയ. അപ്പോൾ മറ്റു ജീവികൾക്ക് നാശം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളാണ്. ആൻഡ് മെജോറിറ്റി ഓഫ് ദി പാരസൈറ്റിക് ബാക്ടീരിയ ആർ പതോജനിക്, രോഗാണുക്കളാണ്. മിക്കവാറും പാരസൈറ്റിക് ബാക്ടീരിയകൾ രോഗാണുക്കളാണ്, രോഗങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. ആൻഡ് ദേ കോസ് സീരിയസ് ഡിസീസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിലും ആനിമൽസിലൊക്കെ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളാണ് ഈ പാരസൈറ്റിക് ബാക്ടീരിയ. സോ ദി പാരസൈറ്റ്സ് ഒബ്റ്റെയിൻ ഓർഗാനിക് ഫുഡ് ഫ്രം ദ ലിവിങ് സെൽസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. And majority of the parasitic bacteria are pathogenic and they cause serious diseases in plants and animals. മിക്കവാറും പാരസൈറ്റിക് ബാക്ടീരിയ രോഗാണുക്കളാണ്, രോഗങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. പ്ലാന്റ്സിലും ആനിമൽസിലൊക്കെ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ഈ പാരസൈറ്റിക് ബാക്ടീരിയകളാണ്. പക്ഷേ ചില ബാക്ടീരിയകൾ ഡു നോട്ട് പ്രൊഡ്യൂസ് എനി ഡിസീസ് ഇൻ ഹോസ്റ്റ്. സോ സം ബാക്ടീരിയ ഡു നോട്ട് പ്രൊഡ്യൂസ് എനി ഡിസീസ് ഇൻ ഹോസ്റ്റ്. അപ്പോൾ എല്ലാ പാരസൈറ്റിക് ബാക്ടീരിയകളും ഡിസീസ് ഉണ്ടാക്കുന്നില്ല. പക്ഷേ മിക്കവാറും പാരസൈറ്റിക് ബാക്ടീരിയകൾ ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ കുറച്ച് ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നില്ല, ഹോസ്റ്റ് ഓർഗാനിസത്തിൽ പ്രത്യേകിച്ച് ഡിസീസൊന്നും ഉണ്ടാക്കുന്നില്ല. അതാണ് പാരസൈറ്റ്. ഈ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സാപ്രോട്രോഫിക് അല്ലെങ്കിൽ സാപ്രോഫൈറ്റിക് അല്ലെങ്കിൽ സാപ്രോട്രോഫിക് എന്നും പറയും. ദീസ് ബാക്ടീരിയ ഒബ്റ്റെയിൻ ഓർഗാനിക് മെറ്റീരിയൽ ഫ്രം ദ ഡെഡ് ആൻഡ് ഡീക്കേയിങ് സബ്സ്റ്റൻസസ് ലൈക്ക് കോർപ്സ്, ശവശരീരങ്ങൾ, അതുപോലെ ഫാളൻ ലീവ്സ്, താഴെ വീഴുന്ന ഇലകൾ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ആനിമൽ എക്സ്ക്രീറ്റ. അപ്പോൾ ഇങ്ങനെയുള്ള ഡെഡ് ആൻഡ് ഡീക്കേയിങ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽസ് ഒന്നും ഫുഡ് അബ്സോർബ് ചെയ്യുന്ന ബാക്ടീരിയകളാണ് സാപ്രോട്രോഫിക് ബാക്ടീരിയകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി ഈ ഓർഗാനിക് മെറ്റീരിയൽ ബ്രേക്ക് ഡൗൺ ചെയ്തു പോകുന്നതിനെയാണ് ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഡീക്കേയിങ് എന്ന് പറയുന്നത്. ദ എയറോബിക് ബ്രേക്ക് ഡൗൺ ഓഫ് ദിസ് ഓർഗാനിക് മെറ്റീരിയൽ ഈസ് കോൾഡ് ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഡീക്കേയിങ് എന്ന് പറയും. അപ്പോൾ ഈ സാപ്രോഫൈറ്റിക് ബാക്ടീരിയകൾ അവരുടെ എൻസൈം വഴി ഈ ഓർഗാനിക് മെറ്റീരിയലിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഡീക്കേയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡൈജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഓർഗാനിക് കോമ്പൗണ്ട് ഇവർ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സാപ്രോട്രോഫിക് അല്ലെങ്കിൽ സാപ്രോഫൈറ്റിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെഡ് ആൻഡ് ഡീക്കേയിങ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഓർഗാനിക് മെറ്റീരിയലായ കോർപ്സ്, ശവശരീരങ്ങൾ, അതുപോലെ ഫാളൻ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതുപോലെ ആനിമൽ എക്സ്ക്രീറ്റ. അപ്പോൾ ഇത്തരം വസ്തുക്കളെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവയാണ്, ഫുഡ് അബ്സോർബ് ചെയ്യുന്നവയാണ് സാപ്രോഫൈറ്റിക്. ഈ മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിംബയോട്ടിക് ബാക്ടീരിയകളാണ്. എന്താണ് സിംബയോട്ടിക് ബാക്ടീരിയകൾ? The symbiosis is the phenomenon in which the two organisms live in close association in such a way that the both of them get benefited. അതായത് രണ്ട് ജീവികൾ തമ്മിലുള്ള ഒരു ക്ലോസ് റിലേഷൻഷിപ്പിനെയാണ് സിംബയോസിസ് എന്ന് പറയുന്നത്. എങ്ങനത്തെ റിലേഷൻഷിപ്പാണ്? ബോത്ത് ഓഫ് ദം ഗെറ്റ് ബെനഫിറ്റഡ്. രണ്ട് പാർട്ട്നേഴ്സിനും ഗുണമുള്ള ഒരു തരം ഒരുമിച്ചുള്ള ജീവിതമാണ് സിംബയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സിംബയോസിസ് ഇസ് ദ ഫിനോമിനൻ in which the two organisms live in close association in such a way that both the partners get benefits or mutual benefit. ഇപ്പോൾ ഒരു ബാക്ടീരിയക്കും അത് അസോസിയേറ്റ് ചെയ്ത് ജീവിക്കുന്ന മറ്റു ജീവിക്കും ഗുണമുള്ള തരം ബാക്ടീരിയകൾ, അങ്ങനെയുള്ള ജീവിതം, അതാണ് സിംബയോസിസ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയം ഇൻ ദി ലെഗുമിനസ് പ്ലാന്റ്, അതായത് റൈസോബിയം ബാക്ടീരിയകൾ, നമ്മൾ പയറുചെടിയുടെ വേരിൽ കാണുന്ന റൈസോബിയം ബാക്ടീരിയകൾ, അത് ഒരു സിംബയോട്ടിക് അസോസിയേഷനാണ്. ഈ ബാക്ടീരിയ പയറുചെടിയുടെ വേരിലാണ് ജീവിക്കുന്നത്. ഈ ബാക്ടീരിയക്ക് ഗുണമുണ്ട്, അതുപോലെ പയറുചെടിക്കും ഗുണമുണ്ട്. ബാക്ടീരിയക്ക് ആവശ്യമുള്ള ഫുഡ് പയറുചെടി കൊടുക്കും, പയറുചെടിക്ക് ആവശ്യമുള്ള നൈട്രജൻ ബാക്ടീരിയ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും.
ഇപ്പോൾ രണ്ടു പേർക്കും ഗുണമുള്ള തരം അസോസിയേഷൻ, അതാണ് മ്യൂച്വലിസം അല്ലെങ്കിൽ സിംബയോട്ടിക്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ഇൻഡസ്ട്രിയിൽ കാണുന്ന ഈക്കോളി എന്ന് പറയുന്ന ബാക്ടീരിയകൾ. ഈക്കോളി ബാക്ടീരിയ ഇൻ ഹ്യൂമൻ ഇൻഡസ്ട്രൈൻ. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കുടലിൽ ഈക്കോളി എന്ന ബാക്ടീരിയകൾ താമസിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നത്? അവർക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മുടെ ശരീരത്തിൽ എടുക്കുന്നുണ്ട്. പക്ഷേ ഹാംഫുള്ളായിട്ടുള്ള ബാക്ടീരിയകളുടെ ഗ്രോത്തിനെ അവർ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ചില വൈറ്റമിൻസൊക്കെ അവർ സിന്തസൈസ് ചെയ്ത് തരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ ബാക്ടീരിയക്കും ഗുണമുണ്ട്, നമുക്കും ഗുണമുണ്ട്. അപ്പോൾ അത്തരം റിലേഷൻഷിപ്പിനെയാണ് സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ബാക്ടീരിയകളാണ് സിംബയോട്ടിക് അസോസിയേഷൻ. അപ്പോൾ അവർ പാരസൈറ്റുകളിൽ നിന്നും ഡിഫറൻ്റ് ആണ്. ലിവിങ് ഓർഗാൻസിൽ നിന്ന് തന്നെയാണ് ഫുഡ് എടുക്കുന്നത്. പക്ഷേ പാരസൈറ്റിക് ആണെങ്കിൽ ആ ഹോസ്റ്റ് പ്ലാന്റിന് ഡിസീസ് ഉണ്ടാക്കും. സിംബയോട്ടിക്കിലാണെങ്കിൽ ഈ ഹോസ്റ്റ് ഓർഗാൻസത്തിന് ബെനഫിറ്റ് ഉണ്ടാകും. അപ്പോൾ അതാണ് പാരസൈറ്റിക്കും സിംബയോട്ടിക്കും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതാണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയുടെ പ്രധാനപ്പെട്ട 3 ടൈപ്പുകൾ. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷന്, അതുപോലെ അതിൽ മറ്റ് ചില പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളൊക്കെയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു.